സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച്, ഓ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമേ, എൻ്റെ ചിന്തകളിൽ പ്രവർത്തിക്കണമേ, എൻ്റെ ആലോചനകളിലും എൻ്റെ തീരുമാനങ്ങളിലും എൻ്റെ ബുദ്ധിയിലും പ്രവർത്തിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക. പരിശുദ്ധാത്മാവേ, യേശുവേ, ആബാ പിതാവേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. ഈ ശരീരം പരിശുദ്ധാത്മാവേ നിൻ്റേതാണ്, എൻ്റെ ചിന്തകളും വികാര വിചാരങ്ങളും പരിശുദ്ധാത്മാവേ നിൻ്റേതാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ അത്ഭുതകരമായി നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കാലങ്ങളായിട്ട് നീ അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിനക്ക് സൗഖ്യം കിട്ടും. കാലങ്ങളായുള്ള നിന്റെ മാനസിക ദുഃഖങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ഒരുപക്ഷെ ലോകത്തുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നത്തോടുകൂടെ നീ തീർന്നു. എന്നാൽ ഇതാ ഈ പരിശുദ്ധ അൽത്താര പഠിപ്പിക്കുന്നു, അത് അവസാനിച്ചിട്ടില്ല. നീ ഒരിക്കലും ഒരു അവസാനമല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്. നീ നിന്നോട് തന്നെ പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഈ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം അങ്ങേക്കാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. യെസ്, മൈ ബോഡി ബിലോങ്സ് ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. അങ്ങനെ രണ്ട് കരങ്ങളും ശിരസിൽ അങ്ങനെ കമഴ്ത്തി വെച്ചുകൊണ്ട് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചേ, നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും ഉയരുന്ന കരുണയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഇപ്പോൾ ഈ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, ഇതാ ദൈവ മക്കളിലേക്ക് അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടാൻ ഇതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ കർത്താവേ ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ. ഭാരം മാറട്ടെ, ഭാരം മാറട്ടെ, ഭാരം മാറട്ടെ. ഓ ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ദൈവത്തിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ, ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ, ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവേ, പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുന്ന അങ്ങയുടെ കരുണയുടെ ശക്തി ഈ മണ്ണിലേക്ക് വെളിപ്പെടാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് ഈശോയെ വിളിച്ച് 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 പ്രാർത്ഥിച്ചേ, വിളിച്ച് പ്രാർത്ഥിച്ചേ. The mighty power, the mighty power, the mighty power, the mighty power. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ഒരു പുത്തൻ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം നീ തിരിച്ചു പോകുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർക്ക് നീ എന്ത് കൊടുക്കണം? സമ്മാനമായിട്ട് കരുണ കൊടുക്കണം. അത് നമ്മുടെ കയ്യിൽ ഒരു പൊതിയായിട്ടല്ല, മറിച്ച് അത് നമ്മുടെ സ്വഭാവത്തിലാണ് ആ കരുണയുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 7, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18:33 പഠിപ്പിക്കുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാ പോരെന്ന്, മറിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അയൽവാസികളോട് നമ്മൾ കാണിക്കേണ്ടതും എന്താണ്?
ഈ കരുണ അത് നമ്മുടെ നോട്ടത്തിലുണ്ടാവണം, അത് നമ്മുടെ സംസാരത്തിലുണ്ടാവണം, അത് നമ്മുടെ ആലോചനകളിൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു തിന്നാൻ ചെല്ലുന്ന പോലെ അല്ല ബഹളം വെച്ച് സംസാരിക്കേണ്ടത്. മറിച്ച് ശാന്തത വേണം, കരുണ വേണം നമ്മുടെ സംസാരത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ കരുണയുണ്ടാവണം. തിരിച്ച് വീട്ടിലോട്ട് നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അത്ര സുഖകരമായിരിക്കണമെന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചിലരോട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. തിരിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് അത് വിപരീതമായി ചെയ്തു വെച്ചിരിക്കുന്നു. പാത്രം കഴുകാൻ മകളെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ്, പക്ഷേ അവൾ പാത്രം കഴിയില്ല എന്ന് മാത്രമല്ല, അവൾ വേറെ കുറെ പാത്രം കൂടെ കഴുകാൻ അവിടെ ഇട്ടിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് പറയുമ്പോൾ, ഇത് കണ്ടിട്ട് ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെന്നിരിക്കുവാണ്, കരുണയെക്കുറിച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ദൈവമേ, പ്രൈസ് ദി ലോർഡ്, എനിക്കിങ്ങനെ പാത്രം കഴുകാൻ കിട്ടിയ അവസരത്തെ ഒരു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ആണോ? ഇല്ലെന്ന്. ചിലത് കാണുമ്പോൾ കാലേന്ന് ഇങ്ങനെ ചൊറിഞ്ഞു വരും. ചൊറിയരുത്. ഇത് ശ്രദ്ധിച്ചോണം. ഇന്നത്തെ ദിവസത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണെന്ന്. സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം നമ്മുടെ സംസാരത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ നടപ്പിലുമൊക്കെ മറ്റുള്ളവർക്കൊരു സ്നേഹവും കരുണയും കൊടുക്കണം. എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ ചേട്ടാ, ചിരിക്ക് ചേട്ടാ, ഇങ്ങനെ ഇരിക്കല്ലേ, എന്നെ നോക്കി ഒന്ന് ചിരിച്ചേ. ഇളിക്കാനല്ല പറയുന്നത്, ചിരിക്കാൻ. ചിലർക്ക് ഇളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ വരുന്നില്ല. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇളി. ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരുണയുടെ സ്നേഹം അനുഭവിച്ച വ്യക്തിയുടെ മുഖത്ത് ചിരി ഉണ്ടാവണം. വലതും ഇടതും ഇരിക്കുന്നതിനെ നോക്കി ചിരിച്ചേ. ദൈവമേ, നന്നായിട്ട് ചിരിക്കണമെന്ന്. ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരെ നോക്കി എന്ത് ചെയ്യണം? ചിരിക്കണം. അവരെ നോക്കി ചിരിക്കണം. അപ്പൊ അവർക്ക് തോന്നും, ദൈവമേ, പോട്ടയിൽ പോയത്, ശുശ്രൂഷയിൽ പങ്കെടുത്തത് വെറുതെ ആയില്ല. എൻ്റെ അമ്മ നാളെയും പോണമെന്ന് അവർ പറയും. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എടാ കുരുത്തം കെട്ടവനെ, നീ നരകത്തിൽ പോകും എന്ന് പറയരുത്. ചിലരങ്ങനെ പറയുന്നവരുണ്ടെന്ന്. ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മൾ ഇവിടെ വന്ന് പാടിയിട്ട് പോയാൽ പോരെന്ന്. നമ്മുടെ സ്വഭാവത്തിലുണ്ടാവണം, സംസാരത്തിലുണ്ടാവണം, നമ്മുടെ നടപ്പിലുണ്ടാവണം. നിന്നെ കണ്ടാ തോന്നണം മറ്റുള്ളവർക്ക്, വരുന്നു കരുണയുടെ പ്രവാചകൻ, കരുണയുടെ പ്രവാചക വരുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 28:3 എന്താ വചനം എന്നറിയോ? അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? കണ്ടോ, കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും കൊടുത്തില്ലെങ്കിൽ കർത്താവിൽ നിന്നത് പ്രതീക്ഷിക്കാമോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ അനുഭവങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ട കാര്യം മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനുള്ള തീരുമാനം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കണ്ണം പൂട്ടി വിശ്വസിച്ചോണം. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആമേൻ, ആമേൻ. വലതുകര ഉയർത്തി പറഞ്ഞ എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു വചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് പ്രൊവേർബ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. 3-ാം അധ്യായം 5-ാം തിരുവചനം. നല്ല ഒന്നാന്തരം വചനമാണ്, വായിച്ചോ. 3:5. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. കേട്ടോ, ഒച്ചത്തിൽ പറഞ്ഞാലോ നമുക്ക് ഈ വചനം? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നമ്മൾ ആശ്രയിക്കുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധി. നമ്മുടെ ബുദ്ധി മോശമില്ല, പിന്നെ എന്നാ ബുദ്ധിയാ, കാഞ്ഞ ബുദ്ധിയാന്നൊക്കെ നമ്മൾ പറയും അല്ലേ? നമ്മുടെ ബുദ്ധി ഭീകര ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാന്നൊക്കെ പറയും. പക്ഷെ
ബൈബിള് പറയുന്നു സ്വന്തം ബുദ്ധിയെ നീ ആശ്രയിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കണം. കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്. ദാറ്റ് ഈസ് വാട്ട് സി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. കർത്താവേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ജീവിതത്തില് ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉള്ളവരുണ്ടാവും, എന്താകുമെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടാകും, മക്കളെ കുറിച്ച് വലിയ ഭാരപ്പെടുന്നവരുണ്ടാകും, ജോലി മേഖലയിൽ എൻ്റെ അച്ഛാ ദേ ഇനി എന്ത് ചെയ്യും വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെന്ന്. ഈ എല്ലാ ദുരിതത്തിൻ്റെയും നടുവിൽ നീ ചെയ്യേണ്ട കരുണയുടെ ഒരു പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്. പൂർണ്ണമായും തമ്പുരാൻ കർത്താവിനെ വട്ടം പിടിച്ചോണം. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:1, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14 അധ്യായം 1 തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഈ വചനം. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീ അസ്വസ്ഥയാവേണ്ട, നീ അസ്വസ്ഥനാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അസ്വസ്ഥതയുണ്ടോ? ഉണ്ടോ? അതേ ഉള്ളൂ അല്ലേ? അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന എന്നോട് നിന്നോടും പറയുന്നു, നീ അസ്വസ്ഥനാകേണ്ട, ട്രസ്റ്റ് കംപ്ലീറ്റ്. തമ്പുരാൻ കർത്താവിൽ സമ്പൂർണമായിട്ട് നീ വിശ്വസിക്കുക. കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്. പരിപൂർണമായും വിശ്വസിക്കുക. ദൈവം വഴി തുറക്കും. ഹബക്കൂക്ക് പ്രവചനം 1:5 അറിയാവുന്നതാണ്. പറഞ്ഞേ, ഹബക്കൂക്ക് 1:5 പറഞ്ഞേ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കണം, ഏറ്റെടുക്കണം. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി. നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. 1 പത്രോസ് 5:7 അറിയാവുന്ന വചനമാണ്. ഒച്ചത്തിൽ പറഞ്ഞോണേ. 1 Peter chapter 5 verse 7. 1 പത്രോസ് 5:7 ഒച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. എന്നിട്ട് ആ വചനത്തിന്റെ പൂർത്തീകരണം പറഞ്ഞേ. നിങ്ങളുടെ ശത്രുവായ പിശാച്. 6-ാം വചനം തൊട്ട് വായിച്ചോ. 1 Peter chapter 5 verse 6 and 7. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. ആമേൻ, ആമേൻ. 2 കരങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതയുടെ നടുവിലാണോ നീ? ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുവാണോ നീ? ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അതിശക്തമായി പഠിപ്പിക്കുന്നൊരു പാഠം. ഉച്ചത്തിൽ പറഞ്ഞോണം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. A for ask for divine mercy. B for be merciful. മറ്റുള്ളവരോട് കരുണ കാണിക്കുക. C for complete trust in Jesus. യേശുവിൽ സമ്പൂർണമായി നീ ആശ്രയിക്കുക. എഴുന്നേറ്റ് നിന്നെ. ഡിവൈൻ മേഴ്സി എന്ന് പറഞ്ഞാൽ ABC. ഇന്ന് നീ പഠിച്ചുകൊള്ളണം. ഈ 3 കാര്യങ്ങളാണ് ദൈവകരുണയുടെ തിരുനാളിൽ നിന്റെ ഉള്ളിൽ നീ രേഖപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കണം. ഐ മസ്റ്റ് ആസ്ക് ഫോർ ഡിവൈൻ മേഴ്സി. ബി ഫോർ ബി മേഴ്സിഫുൾ. ഈ കരുണ എൻ്റെ പ്രവൃത്തിയിൽ, സംസാരത്തിൽ ഉണ്ടായിരിക്കണം. സി ഫോർ കംപ്ലീറ്റ് ട്രസ്റ്റ്.
ദൈവമേ, അങ്ങയിൽ പരിപൂർണമായി ഞാൻ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതാവസ്ഥകളെ ഈ വചനഭാഗങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായ ബോധ്യങ്ങൾ ലഭിക്കട്ടെ. എൻ്റെ ഉള്ളിലുള്ള ഇരുട്ട് മാറട്ടെ. എൻ്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തികൾ മാറട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള എല്ലാ ഇരുണ്ട അനുഭവങ്ങളെയും കർത്താവ് വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഉത്തരം കിട്ടാതെ അനേക ചോദ്യങ്ങൾ തലയ്ക്കകത്തുണ്ട്. ആ മേഖലകൾ ഒരു വെളിച്ചം ഇന്നത്തെ ദിവസം നൽകണമേ. കർത്താവെ, എൻ്റെ ഉള്ളിലുള്ള എതിർപ്പിൻ്റെ ചോദ്യങ്ങളെ, എൻ്റെ ഉള്ളിലുള്ള അസ്വസ്ഥതയുടെ ചോദ്യങ്ങളെ, ഭാരങ്ങളെ കർത്താവ് നിർവീര്യം ചെയ്യണമേ. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇന്നോളം എന്നെ നടത്തിയ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന്, ഓ കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച്, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. പഠിക്കേ ഈശോയെ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈശോയെ, ഈശോയേ, നിന്റെ കരുണയിൽ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒന്നു ചേർന്നു ദാസർ പാടും ആരാധന. ഓസ്തിരൂപനീശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി പാടുകേ. ഒന്നു ചേർന്നു ദാസർ പാടും ആരാധന ആരാധന. യേശുവേ, കരുണാമയനീശുവേ ആരാധന. എല്ലാവരും ചേർന്ന് ഒന്നു ചേർന്നു ദാസർ പാടും ആരാധന. കരുണാമയനീശുവേ ആരാധന. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവമേ, ആരാധന 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 യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈ കരുണയുടെ അനുഗ്രഹ ദിനത്തിൽ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കരുണ വർഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എൻ്റെ മുമ്പോട്ടുള്ള വഴികളിൽ എന്നെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 77 വചനം 8, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 8 ഒരു ചോദ്യമാണ്. സങ്കീർത്തകന്റെ ഒരു ചോദ്യം, അവിടുത്തെ കരുണ എന്നേക്കുമായി അവസാനിച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി നിലച്ചുവോ? ഇതൊരു ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഈ ചോദ്യം പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവമേ, അങ്ങയുടെ കരുണ അത് എന്നേക്കുമായി എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും അവസാനിച്ചുവോ, നിലച്ചുവോ? പല പല അനുഭവങ്ങൾക്ക് മുമ്പിൽ നമുക്കങ്ങനെ പലപ്പോഴും തോന്നാൻ സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ ഭാരം, ദൈവമേ, എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ തീർന്നു, ഇനി ഞാൻ ഇങ്ങനെയാണ്, നശിച്ചൊരവസ്ഥയിലാണ്,
ഇനി ഞാൻ തകർന്നൊരവസ്ഥയിലാണ്, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൽത്താര നിന്നെ പഠിപ്പിക്കുന്ന പാഠം നിന്റെ ജീവിതത്തിലൊന്നും അവസാനിച്ചിട്ടില്ല. നീ തകർക്കപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല. നിന്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ലൂക്കാസ് വിശേഷം 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 4:31, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഓരോ വ്യക്തിയും ഇതങ്ങ് ഹൃദയത്തിൽ ചേർത്ത് വെച്ചോ. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നിന്നെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഇതൊരു വാഗ്ദാനമാണ്, കരുണയുടെ വാഗ്ദാനമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും, നിന്റെ ഉള്ളിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഇത് തീർന്നു, നശിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നിങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന അനുഭവമാണ്. ആ മേഖലയിൽ, ആ വ്യക്തിയിൽ, ആ പ്രസ്ഥാനത്തിൽ, ആശയത്തിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്ന സമയമാണ്. ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ മതി. ആഗ്രഹിക്കണം, കർത്താവേ അങ്ങയുടെ കരുണ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുന്ന ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കരുണയുടെ അത്ഭുതകരമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ ജോലി മേഖലയിലോ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങ് സമർപ്പിച്ചോ. വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഇതൊരു വാഗ്ദാനമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. കർത്താവേ, ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ. ഈ നിയോഗം ഞാൻ ഇത് അൾത്താരിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടും ഇന്നേ ദിവസം ഈ അൾത്താരുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ നിയോഗത്തിൽ അങ്ങ് ഇടപെടണമേ. ഒരുപക്ഷെ ഇവിടെ നിന്ന് നീണ്ട നാളുകളായി മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി അപ്പനും അമ്മയും ചിന്തിക്കുന്നുണ്ടാവും, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട അപ്പാ അമ്മേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ, കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കില്ല. നിന്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടും. നീണ്ട നാളുകളായി തകർച്ചയിൽ കഴിയുന്ന അനേകരുടെ മേൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടും. വിശ്വസിക്കണം, കരങ്ങൾ ഉയർത്തണം, തമ്പുരാന്റെ മുമ്പിൽ വിളിച്ച് പ്രാർത്ഥിക്കണം, യേശുവേന്ന് വിളിക്കണം. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന നിരാശയുടെ, തഴക്കദോഷങ്ങളുടെ, അബദ്ധ ചിന്തകളുടെ, പൊട്ട ചിന്തകളുടെ സകല തിന്മയുടെ കെട്ടുകളെയും കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതെ മടുപ്പ് അനുഭവപ്പെടുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ബോറടിക്കുന്ന, പാപചിന്തയില്ലാതെ, അനുതാപത്തിന് കൃപയില്ലാതെ അലസമായി കഴിയുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ ആരാധന സമയത്ത് കർത്താവെ കെട്ട് പൊട്ടിക്കണമേ. പൈശാചിക ശക്തികളുടെ കെട്ടുകൾ പൊട്ടിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കണം. പോരാ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ജീവിത പങ്കാളിയുടെ തെറ്റായ സ്നേഹബന്ധം കർത്താവേ ആ മേഖലയെ നിർവീര്യമാക്കണമേ. പ്രാർത്ഥിച്ചോ. അവിശ്വസ്തതയുടെ പൈശാചിക പീഡകളെ കർത്താവെ നിർവീര്യമാക്കണമേ. മക്കളുടെ അനുസരണക്കേടിന്റെ കൂട്ടുകെട്ടിനെ നിർവീര്യമാക്കണമേ. തെറ്റായ ബോധ്യങ്ങളുടെ അടിമത്തത്തെ കർത്താവ് നിർവീര്യമാക്കണമേ. മൊബൈൽ ഫോണിന്റെ അടിമത്തത്തെ കർത്താവ് നിർവീര്യമാക്കണമേ.
അശ്ലീല ചിത്രങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ നിർവീര്യമാക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, എൻ്റെ ഈശോ. ദൈവ ശക്തി വെളിപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കൈകളടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ച പോരാ, നല്ല കൈയടി, ശക്തിയോടെ. യെസ്, പവർ, അനോയിന്റിംഗ് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. സകല കെട്ടുകളും അഴിക്കുന്നു, സകല തിന്മയുടെ നാരക ശക്തികളെ നിർവീര്യമാക്കുന്നു. കർത്താവ് ഇടപെടുന്നു. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. യെസ്, സംഭവിക്കട്ടെ. ആമേൻ. പോരാ, നല്ല കൈയടി. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകണമേ. പഠിക്കേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്തക്കോട്ട കെട്ടി കാക്കണമേ. തിരുരക്താഭിഷേകം നൽകണമേ. ആമേൻ. ഈശോയേ, നിന്റെ കരുണയിൽ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ. നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ചേർന്ന് പാടിക്കേ. ഈശോയെ പാടിക്കേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ. നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. വിളിക്കാം. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരൊറ്റ വിളി, എൻ്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവമേ, അത്ഭുത ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 89:28, എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. പോരാ, അഭിഷേകം. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അഭിഷേകം കടന്നു ചെല്ലട്ടെ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് കൈയടിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. അഭിലാഷ് എന്ന് പറയുന്ന സഹോദരൻ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരു മകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, വിജയം നൽകുന്നു. നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. പോരാ, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടുന്നു. ആഗ്രഹിച്ച് ചേർന്നു. തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആമേൻ. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, പുരുഷൻ യേശു മിശിഹാചന്റെ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം കരങ്ങൾ ഉയർത്തി. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ചേർന്ന് ചേർന്ന് ഈശോയേ,
നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ വിളിച്ചേ. ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള അത്ഭുത ശക്തി ഓരോ ദൈവമകന്റെ ദൈവമകളുടെ മേലും വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് സംഭവിക്കപ്പെടട്ടെ. അലർജി രോഗങ്ങളെ കർത്താവ് ശാസിച്ച് പുറത്താക്കുന്നു. ദൈവശക്തി അനേകരുടെ മേൽ വെളിപ്പെടുന്നു. പാരമ്പര്യ രോഗപീഠകളെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു. കഴുത്തിന്റെ ഭാഗത്തെ ഒരു മുഴ, അത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള പോലെ ഒരു സ്ത്രീ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ രോഗിയെ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വലിയൊരു കൃപ നിന്റെ മേൽ വെളിപ്പെടുന്നു. കൈകൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ, അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരുണ നിന്റെ മേൽ ഒഴുകുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും കൈകൾ ഉയർത്തി നേരെ വിളിച്ച് എന്റെ ഈശോയെ എന്ന് വിളിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച്, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് പറയുക, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവ് അതിശക്തമായ കൃപയാണ് വെളിപ്പെടുത്തുന്നത്. വിസയുടെ പ്രശ്നത്തെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമേ, കർത്താവ് നിങ്ങൾക്കൊരു വഴി തുറക്കും. ഭാരപ്പെടേണ്ട. വലിയൊരു തുക പണം ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിയിട്ട് നാളുകളായി ഉത്തരം കിട്ടാതെ പണം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നൊരു കുടുംബം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പണമല്ലേ, അത് നശിച്ചു പോകാൻ ദൈവം ഇടവരുത്തില്ല. വിശ്വസിക്കുക, നീ അത് ഏറ്റെടുക്കുക. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സഹോദരനോടാണ് കർത്താവ് ഈ സന്ദേശം പറഞ്ഞത്. സഹോദര, കർത്താവ് നഷ്ടപ്പെട്ട് നിനക്ക് തിരിച്ചു തരും. ഒന്നും അവസാനിച്ചിട്ടില്ല. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഡോക്ടറായ ഒരു സഹോദരിയോട് വിവാഹ ജീവിതത്തിലെ വലിയൊരു ഭാരത്തോടോർത്ത് വിഷമിച്ചുകൊണ്ട് ദേ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, മകളെ, നീ വിഷമിക്കേണ്ട, നിന്റെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം നൽകും. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ദൈവവിളിയെക്കുറിച്ച് വളരെയധികം ഭാരപ്പെട്ട് ഒരു സെമിനാരിയിൽ ആയിരുന്ന ഒരു വ്യക്തി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, കർത്താവ് നിന്നിൽ ഇടപെടുന്നു. നീ ഭാരപ്പെടേണ്ട. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. തലമുടി കൊഴിയുന്ന അലർജി രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മകളെ, യേശു നിന്നിൽ ഇടപെടുന്നു. നീ നന്നായിട്ട് പ്രാർത്ഥിക്കണേ. ഡിവൈൻ മേഴ്സി പ്രാർത്ഥനയൊക്കെ ചൊല്ലണേ. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഒത്തിരി നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ, ഇപ്പം എന്തേ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയത്? ദാ ഇന്നത്തെ ദിവസം കർത്താവ് വീണ്ടും നിന്നെ ശക്തിയുടെ കൃപയ്ക്ക് വേണ്ടി ഇതാ തിരിച്ചു പിടിക്കുകയാണ്. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ചോദിക്കണം. ആസ്ക് ഫോർ ഡിവൈൻ മേഴ്സി. യേശുവിൻ്റെ കരുണ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ബി മേഴ്സിഫുൾ. കരുണ മറ്റുള്ളവർക്ക് കൊടുക്കണം. കംപ്ലീറ്റ് ട്രസ്റ്റ്. സി കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ,
നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ നിന്റെ കരുണ